ഹലോ ഗായ്സ്, അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു Q&A ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാവുമെന്ന്. അപ്പോൾ ഞാനിങ്ങനെ എന്ത് വ്ളോഗ് എടുക്കും എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമുക്കിന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എൻ്റെ കൂടെ പോരെ. ഫസ്റ്റ് തന്നെ ഒരു 6:45 എണീറ്റെങ്കിലും റീൽസ് തോണ്ടി ഒരു 7-7:30 വരെ കട്ടര കടന്നിട്ട് എണീറ്റ് പോയി പല്ലൊക്കെ തേച്ച് റെഡിയായി. ഇനി 2-3 ദിവസമായിട്ട് വെള്ളം ഒഴിക്കാത്ത എൻ്റെ കുറച്ച് ചെടികൾ, 2 ചെടികൾ ഇവിടെ ഉണ്ട്. ആദ്യം ഇതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കരിയറായി. ഓക്കെ, ഇനി റൂം കിപ്പൻ ചെയ്യണോ പോകണു. ഇനി ഞങ്ങൾക്ക് ക്ലാസ്സിൽ പോകണ്ട, പകരം ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ എണീറ്റാലും കുഴപ്പമില്ല, എന്ത് ചെയ്താലും കുഴപ്പമില്ല. സോ നമുക്ക് നേരെ കിച്ചണിൽ പോയിട്ട് എന്തെങ്കിലും തിന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. സോ ഇന്ന് ഞാൻ എൻ്റെ ഇതൊന്നും എടുത്തില്ല, കാണാവ് തന്നെ ഇതെവിടെ നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ എന്നത്തെയും പോലെ തന്നെ ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ എൻ്റെ സ്റ്റാൻഡൊക്കെ എടുത്തിട്ട് വരട്ടെ. ഇത് ഞാൻ ഇവിടെ വെക്കും, എടുത്തു തരാൻ ആരും ഇല്ലല്ലോ. അപ്പോൾ സ്റ്റാൻഡ് എടുത്ത് വന്ന് സ്ഥലം സെറ്റ് ചെയ്തിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ ഇതാണ് എൻ്റെ കിച്ചൺ. ഇതൊക്കെ എൻ്റെ സാധനങ്ങളാണ്, ഇതൊക്കെ എൻ്റെ കൂടെ താമസിക്കുന്ന ആളുടെ സാധനങ്ങളാണ്. ഇനി നമുക്ക് വല്ലതും അകത്താക്കാം, വിശക്കണം ഭയങ്കരമായിട്ട്. അപ്പം എല്ലാവരും പോലെ തന്നെ ഞാനിവിടെ രാവിലെ ബ്രെഡാണ് തിന്നത്. ബ്രെഡും ന്യൂട്രല്ല അതിൻ്റെ സാധനങ്ങളല്ലോ, പീനട്ട് ബട്ടറും ഇതാണ് തിന്നാണ്. പിന്നെ ഒരു സ്മൂത്തിയാണ് കുടിക്കണേ. സ്മൂത്തി വെയിറ്റ് കൂട്ടാൻ വേണ്ടി തുടങ്ങിയ ഓരോ ശീലങ്ങളാണ്. സ്മൂത്തി ഇപ്പം അടിക്കണം, സ്മൂത്തി കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിക്കാം. സാധാരണ ഈ ഒരു സമയത്ത് ഇപ്പം എല്ലാം അടിച്ച് സ്മൂത്തി സ്കൂളിൽ കൊണ്ടുപോകും, എന്നിട്ട് അവിടെ നിന്ന് കുടിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കണം. മീൽ പ്രിപ്പ് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ഫുഡ് കാര്യങ്ങളൊന്നും ആക്കണ്ട. ബട്ട് ഇന്നലെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ചിക്കൻ കറി ഒന്നെടുത്ത് ഫ്രിഡ്ജിൽ കയറ്റണം. എന്നാൽ രാത്രി ഉണ്ടാക്കി, ഒന്നിനും സമയം കിട്ടില്ല. പിന്നെ ഇന്നലെ ഞാൻ ഭയങ്കര ഷുഗർ കട്ട് ആയതുകൊണ്ട് ഇച്ചിരി പായസം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി ഇരിക്കുക. ഭയങ്കര ക്രേവിങ്സ്. എനിക്ക് തോന്നുന്നത് ഷുഗർ കട്ട് ചെയ്തില്ല, അല്ലെങ്കിൽ ഷുഗർ കട്ട് അല്ലെങ്കിൽ ഒരു പ്രശ്നവും. എനിക്ക് ഇത്രയും മധുരം തിന്നാൻ കുഴപ്പമില്ല, എനിക്ക് മുട്ടായി തിന്നില്ലല്ലോ ഒരു പ്രശ്നമില്ല. പക്ഷേ ഷുഗർ കട്ട് എന്ന് പറഞ്ഞ് ഈ കൊല്ലം തുടങ്ങിയപ്പോൾ തുടങ്ങിയതാ ഭയങ്കര ക്രേവിങ്സ്. എന്നും എന്തെങ്കിലുമൊക്കെ തിന്നാൻ തോന്നും. മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്യും. ഇന്നലെ കയ്യിൽ നിന്ന് പോയി പായസം ഉണ്ടാക്കി കുടിച്ചു. പിന്നെ പായസത്തിന് പിന്നെ ഒരുപാട് ഷുഗർ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതാകുമ്പോഴേക്കും നമുക്ക് പോയിട്ട് പഠിക്കാൻ ഒക്കെ ഉള്ള സാധനങ്ങൾ. ഐപാഡിൻ്റെ കീബോർഡ് ഒരിടത്ത്, ഐപാഡ് ഞാൻ ഇടുന്നുണ്ട്. ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സാധനം മതി, നമുക്ക് വേറൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓൾറെഡി ഇന്നത്തെ വർക്ക് ഞാൻ ഓൾറെഡി ചെയ്ത് തീർത്തതാണ്. അപ്പോൾ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ പഠിക്കാം, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് മൂടി പിടിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കണേ. ജർമ്മനിയിലോട്ട് വരാൻ ഹൗസ് ബിൽഡിങ്ങോ എന്ത് തേങ്ങയായിക്കോട്ടെ ഇങ്ങോട്ട് വരാൻ നോക്കണവർക്കുള്ളൊരു അഡ്വൈസാണ്. നിങ്ങൾ ചുമ്മാ ഇരിക്കുകയാണെങ്കിൽ വേർഡ്, പവർ പോയിന്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൻ്റെ പരിപാടികളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം എന്നല്ലേ. ഞാൻ ഇവിടെ കൂടുതലും നമ്മുടെ നാട്ടിലെ പോലെ അസൈൻമെൻറ്റ് എഴുത്ത് അങ്ങനത്തെ പരിപാടികളൊന്നും അങ്ങനെ ഇല്ല. അപ്പോൾ കൂടുതലും ഉള്ളത് ഇങ്ങനത്തെ പവർ പോയിന്റ് പ്രസൻറ്റേഷനും അല്ലെങ്കിൽ വേർഡിൽ അതിൻ്റെ ഹാൻഡ് ഔട്ട് ആക്കലും പരിപാടികളൊക്കെയാണ് ഇവിടെ കൂടുതലുള്ളത്. ഞാൻ ഏറ്റവും കൂടുതൽ അതാണ് ചെയ്തേക്കണേ. ഡിജിറ്റലാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലായിടത്തും തന്നെ. പേപ്പറിൽ അങ്ങനെ എഴുതി സബ്മിറ്റ് ചെയ്യണം ആരെയും എനിക്ക് അറിയത്തില്ല. അപ്പം ചുമ്മാ ഇരിക്കണവർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കണത് നല്ലതായിരിക്കും. അതിപ്പം ജർമ്മനി വരുന്നതുകൊണ്ടെന്നല്ല, എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണത് നല്ലതായിരിക്കും. സോ ഗൈസ്, അപ്പോൾ ബ്രെഡ് തിന്നാം. എൻ്റെ ഇവിടെ ആകെ ഇങ്ങനത്തെ പാത്രമുള്ളൂ. മറ്റേ കഞ്ഞി കുടിക്കണം കൂട്ടുപാത്രം. മറ്റേ പരന്ന പാത്രമുണ്ട്, പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അതാണ് അലമാരിയിൽ എടുത്ത് വെച്ചു. തീർന്നു. ഈ കുപ്പിയൊക്കെ റീസൈക്കിൾ ചെയ്യണം. ഞാൻ വെച്ചിട്ട്
ദോശയും കൂടി ഉണ്ട്, അത് തിന്നാം. പിന്നെ എന്ത് വിശപ്പാണ്, ഞാൻ എത്ര തിന്നാലും വണ്ണം വെക്കില്ല. എന്ത് വൃത്തികെട്ട സ്വഭാവമല്ലേ അത്. എത്ര തിന്നാലും വണ്ണം വെക്കില്ല. ഞാൻ വണ്ണം വെക്കാൻ വേണ്ടി തിന്നു തുടങ്ങിയപ്പോഴല്ലോ ഞാൻ 3 കിലോ കുറഞ്ഞു. എന്ത് തേങ്ങിയത്. അതൊക്കെ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ. എനിക്ക് വണ്ണം വെക്കാൻ എന്തെങ്കിലും ഐഡിയാസ്, ടിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഞാൻ അതൊക്കെ പരിഗണിക്കും. ഓഫ് കോഴ്സ് എനിക്ക് ഈ കൊല്ലം ഒരു 5 കിലോയെങ്കിലും കൂടണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാം. ഇത് കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അതിന് ശേഷം വേണം എനിക്ക് ഒന്ന് കുളിക്കാൻ. അത് കഴിഞ്ഞ് വർക്കൗട്ട് ചെയ്യണം. ഇന്നലെ വർക്കൗട്ട് ചെയ്യാൻ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല, അത് ഇന്നലെ വർക്കൗട്ട് ചെയ്തില്ല. അപ്പോൾ ഇന്ന് വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഹോൾ ഡേയുടെ ഒരു ചെറിയൊരു ഭാഗങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. കാരണം 24 മണിക്കൂർ എനിക്ക് റെക്കോർഡ് ചെയ്ത് ഇടാൻ പറ്റില്ലല്ലോ. സോ ആദ്യം വെള്ളം കുടിക്കണം. സോ പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വാട്ടർ പ്യൂരിഫയർ ഒരെണ്ണം നിങ്ങൾ ജർമ്മനിയിലാണ് താമസിക്കണതെങ്കിൽ ഒരെണ്ണം മേടിക്കുക. ഇത് ഞാൻ ബ്ലാക്ക് ഫ്രൈഡേയുടെ ഓഫറിന് മേടിച്ചതാണ്. എനിക്ക് ഏതാണ്ട് 18 യൂറോ 14 യൂറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു. ഫിലിപ്സിൻ്റെ ആണ് ഇത്. ഈ വാട്ടർ പ്യൂരിഫയറിൻ്റെ കൂടെ ഈ പ്യൂരിഫൈ ചെയ്യണ സാധനം 4 എണ്ണം കിട്ടും. സോ അതും കിട്ടുമല്ലോ. എല്ലാം കൂടെയാണ് ഈ ഒരു പ്രൈസ്. ജർമ്മൻകാർ പറയണത് കാലിക്ക് ബോഡിക്ക് നല്ലതാണെന്നാണ്. പക്ഷേ പഠനങ്ങൾ അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സിലബസിലൊന്നും അങ്ങനെ കേട്ടിട്ടില്ല കാലിക്ക് നല്ലതാണെന്നൊന്നും. വെറുതെ നമ്മുടെ ഹെൽത്ത് കളഞ്ഞിട്ട് ജീവിക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. സോ പറ്റണവർ അത്യാവശ്യം ഇതൊക്കെ 1 ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ആ കുട്ടി സാധനം അത് ഒരു പാക്കറ്റ് പോലെ എങ്ങാണ്ട് എന്തോ കിട്ടും എന്നാണ് എനിക്ക് തോന്നണം. അപ്പം അതിനൊക്കെ ചെറിയ റേറ്റ് ആകത്തുള്ളൂ. അപ്പം അങ്ങനത്തെ കുട്ടി പൈസ ലാഭിച്ച് നിങ്ങളുടെ ഹെൽത്ത് കളഞ്ഞിട്ട് ജീവിക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ വെള്ളം കുടിച്ചിട്ട് കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുക്കാം. എനിക്കുണ്ടല്ലോ ഭയങ്കര ജലദോഷ. എന്നുവെച്ചാൽ അങ്ങനത്തെ ജലദോഷമല്ല, മൂക്കും അടക്കണേ, തൊണ്ടയും കരകരാന്നാ. അമ്മേ എനിക്കറിയില്ല, എനിക്ക് മാറണേ ഇല്ല. എനിക്ക് വിൻ്ററിലൊക്കെ, പക്ഷെ ഇപ്പം ഇത്രയും ചൂട് കാര്യങ്ങളൊക്കെ വെയിലൊക്കെ വന്ന് തുടങ്ങിയിട്ടും എനിക്ക് എന്തേത് മാറാത്തതെന്ന് അറിയില്ല. ഇതല്ല വേറെ വല്ല അസുഖമാണോ എന്തോ. പിന്നെ ഇവിടെയൊക്കെ പൂക്കളൊക്കെ പൂത്ത് തുടങ്ങി ഗൈസ്. നല്ല രസമാണ് പുറത്തോട്ട് ഇറങ്ങാൻ. ഞാൻ വൈകിട്ട് നടക്കാൻ പോകുന്നുണ്ട്, നിങ്ങളെ കാണിച്ചു തരാം. ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര ഭംഗിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി. ചെറി ബ്ലോസൊക്കെ പൂത്തിക്കിടാൻ എന്ത് രസമാണെന്നറിയാം. പിന്നെ വേറൊരു പൂവുണ്ടാകും. ഞാൻ ഇന്നലെ സ്റ്റോറി ഇട്ടൊരു പൂവാണ്, ഇവിടെ സൈഡിൽ കൊടുക്കാം കേട്ടോ. ആ പൂ കണ്ടാൽ നമുക്ക് ശരിക്കും തോന്നും അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. നമ്മുടെ നാട്ടിലെ ഡ്യൂപ്ലിക്കേറ്റ് പൂവില്ലേ, ഡ്യൂപ്ലിക്കേറ്റ് പൂവിൻ്റെ ഒറിജിനല്. അത് ഞാൻ ആദ്യം വിചാരിച്ചാൽ ആരും ആ മരത്തെ കുത്തി വെച്ചാന്ന്. പക്ഷെ അല്ല, ഇത് ഒറിജിനലാണ്. എന്ത് ഭംഗിയാണെന്ന് പറയാം. അതിൻ്റെ എതളിനൊക്കെ എന്ത് കട്ടിയാണെന്നറിയോ. ഭയങ്കര ഭംഗിയാണ് പൂവൊക്കെ കാണാൻ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ മൊത്തം ഇലയൊക്കെ വന്ന് പൂക്കളൊക്കെ ഭയങ്കര രസമായിരിക്കും. അന്നേരം ഞാൻ വേറെ വ്ളോഗ് ചെയ്യും, ഒരു ഔട്ട്ഡോർ വ്ളോഗ് ചെയ്യാം കേട്ടോ. അപ്പം ഫുഡ് കഴിച്ചിട്ട് കാണാം. സോ ഗൈസ്, അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. തൊണ്ടയ്ക്ക് എന്താ പിടുത്തം. ഇപ്പം നമുക്ക് വർക്ക് ചെയ്യാം. ഇന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യേണ്ട 2 വർക്കാണുള്ളത്. ഒന്ന്, ഒബ്സ്റ്റിപ്പാച്ചിയോനെ പറ്റി ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കുക. 2, ഒബ്സ്റ്റിപ്പാച്ചിയോനെ പറ്റി വേർഡിൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, അതും പോയിൻ്റായിട്ട് കൊടുക്കരുത്, എല്ലാം പാരഗ്രാഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യണം. എനിക്കതിഷ്ടമല്ല. കുറേ നാളായിട്ട് പോയിൻ്റായിട്ട് എഴുതിയിട്ട് എനിക്ക് മറ്റപ്പാട് വരുന്നില്ല പാരഗ്രാഫൊക്കെ ആക്കാൻ. പിന്നെ നമുക്ക് ChatGPT ഉണ്ട്, അല്ലാതെ സൈറ്റുകളുണ്ട്. ChatGPTക്ക് കൊടുത്ത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരി കുറേ പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞ് വേറെ ദിവസം, അന്ന് സീനിയേഴ്സ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മുടെ പ്രസൻറ്റേഷനുള്ളൂ. നമ്മൾ പവർ പോയിന്റിൽ റെഡിയാക്കണ പ്രസൻറ്റേഷൻ നമ്മളും ടീച്ചറും മാത്രം. നമ്മൾ ടീച്ചറിന് ക്ലാസ് എടുത്ത് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടെ. അത് എക്സാം പോലെയാണ്.
ഐ മീൻ പ്രസൻറ്റേഷനാണ് നമ്മുടെ എക്സാം, അതിന് മാർക്കുണ്ട്. ഞാൻ ചെയ്തത് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് വലിയ ക്രിയേറ്റിവിറ്റി അങ്ങനത്തെ ഒന്നുമില്ല, എനിക്ക് ഈ സാധനത്തെ പറ്റിയേ അറിയാൻ പാടില്ല. പക്ഷെ എന്നാൽ ഞാൻ എന്തൊക്കെയോ ചെയ്തു. ഐ ആം പ്രൗഡ് ഓഫ് മൈ സെൽഫ്. സോ ഇതാണ് ഞാൻ ചെയ്ത പ്രസൻറ്റേഷൻ. അതായത് നമുക്ക് ഓരോ ഏജ് കാറ്റഗറി ഉണ്ട്. എനിക്ക് എർവാക്സിൻ്റെ ആണ് ചെയ്യേണ്ടത്. സോ ഡെഫിനിഷൻ, അതിൻ്റെ റീസൺസ്, എന്തൊക്കെ റീസൺസ് കൊണ്ടുവരാം, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും, പിന്നെ അതിൻ്റെ 2 ടൈപ്സ്, പിന്നെ എന്തൊക്കെ ആണ് വാണിംഗ് നമ്മുടെ ബോഡി തരണത്, പിന്നെ കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്, ഇതൊക്കെയാണ് കേട്ടോ കോംപ്ലിക്കേഷൻസ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മെഡിക്കലി ഉള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇതും നമ്മളൊരു നേഴ്സ് എന്ന നിലയിൽ നമ്മൾ ചെയ്യണ കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതിന് ഇപ്പോഴത്തെ സൊസൈറ്റിയിലുള്ള റെലവൻസ്. അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഒരു താങ്ക് യു കൂടെ വെക്കും, ചുമ്മാ ഒരു രസത്തിന്. എൻ്റെ അത്താതി അപ്പം ഇത് അത്രേ ഉള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്ന മൊത്തം പോയിന്റ് ആയിട്ടല്ലേ, ഇത് പ്രസൻറ്റേഷൻ പോയിന്റ് ആയിട്ടേ പാടുള്ളൂ. ഒന്ന് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത്. വേർഡിൽ ഫുള്ള് പാരഗ്രാഫായിട്ട് വേണം, അത് പുള്ളിക്കാരിക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അന്ന് ക്വസ്റ്റ്യനൊക്കെ ചെക്ക്, ഞാനാണെങ്കിൽ ഒരു സൈറ്റിൽ കണ്ട് അപ്പാടെ ഇങ്ങോട്ട് കോപ്പി പേസ്റ്റ് അടിക്കുക ചെയ്തേക്കണേ. എന്താ അർത്ഥാവി പക്ക ഒരു ബുക്ക് പോലെ വേണമെന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു പേജ് പുള്ളിക്കാരി ഫുൾ മോഡലൊന്നും നിൽക്കാം. ഫസ്റ്റ് ഒരു പേജ്, സെക്കൻഡ് പേജിൽ ഇൻഹാൾട്ട്, അതായത് കണ്ടന്റ് എന്തൊക്കെ ഉണ്ട് അതിൻ്റെ പേജ് നമ്പർ അടക്കം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓരോ കണ്ടന്റും വിശദീകരിച്ച് കൊടുക്കണം. എന്തോരം പണിയെടുത്താലോ. ഇതെന്താ ഇവിടെ നിൽക്കണം. എന്തൊക്കെ കുന്തങ്ങൾ ഇടയ്ക്കൂടെ വരണുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നടക്കണേ? ഇതൊക്കെ അങ്ങോട്ടൊക്കെ മാറ്റി. എനിക്കിതൊന്നും ഇഷ്ടമല്ല. വേർഡ് എനിക്ക് കണ്ണുമായി കാണാൻ പാടില്ല. അത് എനിക്കൊന്നും ചെയ്യാൻ അറിയില്ല. പണ്ട് 10ാം ക്ലാസ്സിൽ ചെയ്തതാ, പിന്നെ ഒന്നും അറിയില്ല. എന്നിട്ട് ഓക്കെ, ഇപ്പം ഞാൻ ഏകദേശം എൻ്റെ ഫുള്ള് തീർത്തു. ഇനി എൻ്റെ ലാസ്റ്റ് പേജ് എന്താണെന്നറിയുമോ? ലാസ്റ്റ് പേജ് നമ്മൾ ഏതൊക്കെ സൈറ്റിൽ നിന്നാണ് ഈ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തെന്നുള്ളതിൻ്റെ ലിങ്ക് കൊടുക്കണം. അപ്പോൾ എനിക്ക് ChatGPT ഓഫ് കോഴ്സ് കൊടുക്കണം. ChatGPTയുടെ ആ ഒരു ലിങ്ക് അവിടെ, ഇത് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യായിരിക്കും അല്ലേ? ഈശ്വര, ഇതിനകത്ത് ഞാൻ എല്ലാം ചോദിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ഇതെടുത്ത് നോക്കുമായിരിക്കും. അയ്യോ, ഇത് വെക്കാൻ പറ്റില്ല. ഞാൻ ഇതിൽ നിന്നാണ് പ്രസൻറ്റേഷൻ ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ChatGPTക്ക് ഡയറക്റ്റ് കൊടുത്ത് തേങ്ങ. നമുക്ക് വേറൊരെണ്ണം തുടങ്ങിയിട്ട് അതിനകത്ത് എന്ത് കഷ്ടമാണ് നോക്കണേ. ChatGPT എന്തായാലും കൊടുക്കണം, കാരണം എവിടെ നിന്നൊക്കെയാണ് ഞാൻ ഇൻഫർമേഷൻസ് എടുത്ത് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞേ. അതേ പുള്ളിക്കാരി ജർമ്മൻകാരി അല്ലാത്തത് കൊണ്ടും പിന്നെ എൻ്റെ വ്ളോഗൊന്നും കാണില്ലാത്തതുകൊണ്ടും ഞാൻ രക്ഷപ്പെടും. കുറച്ച് പിക്ചേഴ്സ് ഇതിനകത്തുനിന്ന് ഞാൻ ജനറേറ്റ് ചെയ്തെടുത്തായിരുന്നു, അതിൻ്റെ ലിങ്ക് കൊടുക്കാമെന്ന് ഓർത്ത്. അല്ലാതെ ഇൻഫർമേഷൻ എടുത്തായിട്ട് കൊടുക്കണ്ട. എന്തേലും ലിങ്ക് കിട്ടിയാൽ മതിയോ, എന്തേലും മതിയോ. നമുക്കിത് ഷെയർ ചെയ്തിട്ട് അതിൻ്റെ ലിങ്ക് എടുക്കാം, കോപ്പി. ഇനി ഇതവിടെ കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഗൂഗിൾ ജെമിനി. ഒരുമാതിരിപ്പെട്ട പണിയെടുക്കാൻ പറ്റാത്ത എല്ലാ ആപ്പുകളും അല്ലെങ്കിൽ എല്ലാ സൈറ്റുകളും നോക്കി വെക്കുക. കാരണമൊന്നുമില്ല, പണിയെടുക്കാണ്ടെല്ലാം കിട്ടുമല്ലോ. അതിൻ്റെ ലിങ്കിന് എങ്ങനെയാണ് കോപ്പി നിർത്താതെ ലിങ്ക് കോപ്പി ലിങ്ക്. ശരി, ഇനി വേർഡിൽ പോയിട്ട് അതും കൂടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പം അത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ലാസ്റ്റ് പേജ് എങ്ങനെ, അതായത് പുള്ളിക്കാരി ഭയങ്കര ഇതാണ്. ലാസ്റ്റ് പേജിൽ നമ്മൾ പേരെഴുതി ഒപ്പിടണം.
ഇത് നമ്മുടെ തന്നെ കോണ്ടൻ്റാണ്, ഇത് വേറൊരാൾ ചെയ്ത് തന്നതല്ല എന്നും പറഞ്ഞു. ഇതൊന്നും ഇഷ്ടമല്ല. അപ്പം ഞാൻ ഇത് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ വർക്കൊക്കെ ഏകദേശം തീർന്നു. എൻ്റെ ഫോണിൻ്റെ ചാർജും തീരാറായി. കാരണം എൻ്റെ ഇടയ്ക്ക് വന്ന് വീട്ടിൽ വിളിച്ച് കുറച്ച് സംസാരിച്ചായിരുന്നു. ഓക്കെ. അപ്പോൾ ഫോൺ ചാർജ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ പെട്ടെന്ന് വന്ന് കുളിച്ചിട്ട് വരാം. അപ്പോൾ കുളിച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചിട്ട് വന്നു. തല കഴുകാത്ത എന്താണെന്ന് ചോദിച്ചാലും വരരുത്, എൻ്റെ അമ്മേനെ പോലെ. ഞാൻ മിനിഞ്ഞാന്ന് തല കഴുകിയതാണ്. എന്നും തല കഴുകിയാൽ പിന്നെ ഞാൻ ഒരു 2 കൊല്ലോടെ കഴിയുമ്പോൾ എൻ്റെ തല മുടി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് തല കഴുകാത്തത്. ഓക്കെ. അപ്പം ഞാൻ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ചു. വിശക്കണുണ്ട്. സ്മൂത്തി അടിച്ചും കൂടെ കുടിക്കാം. സോ അതിന് നമുക്ക് വേണ്ട സാധനങ്ങൾ, നമ്മൾ നട്ട്സൊന്നും വെള്ളത്തിലിട്ടില്ല, അതുകൊണ്ട് നട്ട്സ് ഇല്ലാണ്ട് സ്മൂത്തി അടിക്കാം. അതിനുമുമ്പ് ജാറ് എവിടെയാന്ന് നോക്കട്ടെ. ഷിറ്റ്, ജാറ് കഴുകിയിട്ടില്ല. നമുക്ക് കുഞ്ഞു ജാറിലുണ്ടാക്കാം. ഈ വ്ലോഗ് കണ്ടിട്ടെങ്കിലും എൻ്റെ അമ്മ പറച്ചിൽ നിർത്തണം, ഞാൻ ഇവിടെ ഒന്നും തിന്നണില്ലാന്ന്. പിന്നെ നാട്ടുകാർ ഞാൻ തിന്നാഞ്ഞിട്ടാണ് ഇതിപ്പോൾ അവിടെ വെക്കും, തിന്നാഞ്ഞിട്ടാണ് വണ്ണം വെക്കാത്തതെന്ന് ഇനി ഒരു മനുഷ്യൻ പറഞ്ഞേക്കരുത്. കഴുകാനുണ്ട്. സ്പീഡ് മെഷീൻ ഇന്നലെ ഓണാക്കാൻ മറന്നു. ഇത് കുഞ്ഞു ജാറിൽ സ്മൂത്തി ഉണ്ടാക്കി കുടിക്കാം. സോ അതിന് വേണ്ട ഒന്നാമത്തെ സാധനം ഓട്സ്, രണ്ടാമത്തെ സാധനം പാൽ. കണ്ടുപിടിക്കട്ടെ. അയ്യോ, ഇതെവിടേക്ക് നോക്കിയിരിക്കണേ. അങ്ങോട്ട് കുറച്ച് പാലൊഴിക്കാം. ഇനി പഴം, വലിയ പഴം തന്നെ എടുക്കാം. ഇനി നട്ട്സ് വെള്ളത്തിൽ ഇട്ടിട്ടില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ആ കാര്യത്തിൽ മടിയാന്ന് എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ നട്ട്സ് എല്ലാം കൂടെ റോസ്റ്റ് ചെയ്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമുക്ക് അത് ചേർക്കാം. പക്ഷേ ആദ്യം ഇതൊന്ന് അടിക്കണം, അല്ലെങ്കിൽ അത് കൊള്ളൂലേ. കുത്തിക്കോ. ഇനി നമുക്ക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ച് കഴിഞ്ഞാൽ സ്മൂത്തി റെഡി. അയ്യോ, പീനട്ട് ബട്ടർ ഇട്ടില്ല. ഈ ക്യാമറ കറക്റ്റായിട്ടാണ് വയ്ക്കണേ. ഓക്കെ. ലാസ്റ്റ് ഒരു തുള്ളി പീനട്ട് ബട്ടർ ഇടും. പീനട്ട് ബട്ടർ തേൻ വയ്ക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്. തീരാറായി. ഇതിനകത്ത് നട്ട്സ്, എല്ലാ നട്ട്സും തന്നെ വരുന്നുണ്ട്. പിന്നെ omega-3 മിക്സ് എന്ന് പറഞ്ഞ് ചിയാ സീഡ്സും അങ്ങനെ സീഡ്സ് എല്ലാം കൂടെ വരുന്ന ഒരു പാക്കറ്റ് കിട്ടും. അപ്പോൾ അത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഡേറ്റ്സും ഉണ്ട്. അപ്പോൾ ഇതൊരു 1 സ്പൂൺ 1.5 സ്പൂൺ ഇട്ട് കൊടുക്കാം. അപ്പോൾ വേണ്ട ബാക്കി സാധനങ്ങൾ നട്ട്സും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ പഴമായി. ആകെ ഒരിച്ചിരി ഇത് പീനട്ട് ബട്ടർ ഇല്ല. അത് സാരി ഇന്നൊരു ദിവസം അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ റൂമിൽ പോകണം, അത് എടുക്കണം. ഒന്നുകൂടെ അടിക്കാം. റെഡി. ഇനി എല്ലാ സാധനം തിരിച്ചെടുത്തോട്ടെ. ഇത് പഴത്തൊലി കളയട്ടെ. സോ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാത്തത്. അതായത് എനിക്ക് രാവിലെ എണീക്കുക, ഇപ്പോൾ സ്കൂളിൽ പോകണമെങ്കിൽ സ്കൂളിൽ പോവുക, ഡ്യൂട്ടിക്ക് പോകണമെങ്കിൽ ഡ്യൂട്ടിക്ക് പോവുക.
അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണില്ല. അല്ലേ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെങ്കിൽ മാത്രം എന്തെങ്കിലും ചെയ്താലുള്ളൂ. സോ ഇതാണ് എൻ്റെ ചിക്കൻ കറി. നിൽക്കേ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇതുവരെ ടേസ്റ്റ് ചെയ്തില്ല. ഇങ്ങനെ സെറ്റാവും വെച്ചേക്ക് പറഞ്ഞു. ഓക്കെ, അവിടെ ഇരുന്നോട്ടെ. നമുക്ക് പോയിട്ട് സ്മൂത്തി കുടിക്കാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പ്രസൻറ്റേഷൻ ചെയ്യാനുണ്ടായിരുന്നു, ചെയ്തു. വേർഡിൽ മറ്റേ ഇത് ചെയ്യാനുള്ളതും ചെയ്തു. ഇനി ചെയ്യാനുള്ളത് എന്താ, ഇനി പ്രത്യേകിച്ച് ഫോണൊന്നും ഇരിക്കില്ല. ഒരു അസിസ്റ്റൻറ്റിനെ വിളിച്ചാലോ? എന്തായാലും ഞാൻ മറ്റേ ഫോക്കസ് കിട്ടിയിട്ട് ഇങ്ങനെ കറങ്ങണ ടൈപ്പ് ഇത് മേടിക്കണമായിരിക്കും. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞു. അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നേരമൊന്നും ഇതിനകത്ത് കുത്തിപ്പിടിച്ചിരിക്കാൻ ഇഷ്ടമല്ല. ഇനിയിപ്പോൾ ഇത് കഴിച്ചുകൊണ്ട് നമുക്ക് ഞാനൊരു ക്രോഷേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പുതിയൊരു പ്രൊജക്റ്റ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ടോപ്പിൻ്റെ തീർത്തായിരുന്നു. ഇത് നെക്സ്റ്റ് ടോപ്പ്, ഒരു റോസ് ആൻഡ് വൈറ്റ് കോംബോ. ഇത് ബാക്ക് പോർഷൻ വരണത് ഇങ്ങനെ ഒന്നുകിൽ കെട്ടണ പോലെ ആക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നൂല് പോലെ തന്നെ കൈ കൊടുക്കാം എന്നോർത്താണ് ഞാൻ ഇരിക്കണേ. മേ ബി അമ്മ ഇത് സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്, ഇങ്ങനെയൊരു പാറ്റേൺ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഇങ്ങനെ പിൻട്രസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വൈറ്റ് ആൻഡ് റോസ് കോംബോ നല്ല രസമുണ്ട്. അപ്പോൾ എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബോർഡർ പോലെ കൊടുക്കാമെന്ന്. പിന്നെ എനിക്ക് പുതിയൊരു സാധനം പഠിക്കാൻ ത്വര കയറിയിട്ട് ഞാൻ ഇങ്ങനെ എന്താ ചെയ്ത് എന്നിട്ട് ഇതിൻ്റെ ചുറ്റും റോസ് വന്നിട്ട് അങ്ങനെ ഒരു സ്റ്റൈല് പിടിക്കാമെന്ന് വിചാരിച്ചു. വല്ല മനസ്സിലായോ? ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പം ഇന്നലെ കണ്ടുപിടിച്ചൊരു ഹേർട്ട് വന്നിട്ട്, ഹേർട്ടല്ല ഹാർട്ട്, കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയായിരുന്നു. ഹാർട്ട്, വൈറ്റ് ഹാർട്ടും അത് കഴിഞ്ഞിട്ട് എന്താണ് റോസ് അതിൻ്റെ ബാക്കിൽ കൊടുക്കാം, ബാക്കി സ്ക്വയർ പോലെ റോസും കൊടുക്കാം എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷെ എനിക്ക് എത്ര നോക്കിയിട്ടും ആ ഹേർട്ട് അങ്ങ് ശരിയാവണല്ല. ഞാൻ ചില പൂവോ കയ്യോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ ഡ്രസ്സല്ലേ, ഞാനല്ലേ ഡിസൈനർ, ഞാൻ തന്നെയാണല്ലോ മോഡൽ. ആരും കുറ്റം പറയില്ല. സോ ഇങ്ങനെ ഓരോരോ എതളുകൾ പോലെ ഉണ്ടോ. ഞാൻ ഇത്രയും നല്ല രസം ഉണ്ടാവും വിചാരിച്ചത്. ഒരു അത്തപ്പൂക്കളം പോലല്ലേ. എൻ്റെ ബാക്കിൽ ഇനി ഈ ഒരു റോസും കൂടെ വരുമ്പം നല്ല ഭംഗിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആയാൽ മതിയായിരുന്നു. നല്ല സമയമെടുക്കും. ഇത് തന്നെ എത്ര നേരം കൊണ്ടാണ് ഇത്രയാക്കിയേ. നല്ല പണിയെടുക്കും. പക്ഷെ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. ചേട്ടയ്ക്ക് ഇങ്ങനെ നൂല് തിരിച്ചിറങ്ങി വരുന്നത് എനിക്ക് അത്ര ഇഷ്ടമാവുന്നില്ല കേട്ടോ. ഇങ്ങനെ രണ്ടാക്കും. ചുമ്മാ ഇരിക്കണവരൊക്കെ ഇത് ട്രൈ ചെയ്തിട്ടോ. ക്ഷമയുണ്ടെങ്കിൽ ട്രൈ ചെയ്താൽ മതിയേ. കാരണം ക്ഷമ ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും, നമുക്ക് തന്നെ ദേഷ്യം വരും. സോ ഇങ്ങനെ 4 എണ്ണം വന്നു കഴിയുമ്പം ഇതിങ്ങനെ ഇതിനകത്തൂടെ ഇറക്കണം. എന്നിട്ടത് പിന്നെയും ഒരു 3 സിംഗിൾ സ്റ്റിച്ചിടണം. എന്നിട്ട് അങ്ങനെ തന്നെ ഈ സാധനം ഇങ്ങനെ ഉരുണ്ട് വരാനും പാടില്ല. സോ ഗൈസ്, അങ്ങനെ ഞാൻ ഉണ്ടാക്കി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം. അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷെ ഇങ്ങനെ ഒരു സാധനമാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ വന്നിട്ടുണ്ട് ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പ്. പക്ഷേ ഞാൻ ഇതിൻ്റെ ഉള്ളിലത്തേത് വേറൊരു വീഡിയോ കണ്ടുണ്ടാക്കി, ഇത് വേറൊരു വീഡിയോ കണ്ടുണ്ടാക്കി. അപ്പം കണക്കുകളൊന്നും അങ്ങനെ ശരിയായില്ല. ബട്ട് ഓക്കെ, ഫൈൻ എന്നൊരു നിലപാടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എങ്ങനെയുണ്ട്? ഒരു പൂ നടക്കും. ഇവിടെ കുറച്ച് ലെങ്ത് കൂടിയ പോലെ ഉണ്ടല്ലേ. സ്ഥലമൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ഇവിടെ ഒക്കെ നോക്കി നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നു. ഇത് ഞാൻ കളയണോ വേണ്ടല്ലോ, ഇത് ഞാൻ എവിടെയും പിടിപ്പിക്കും. എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കുറേ എണ്ണം പ്ലെയിൻ റോസ് ഫ്രണ്ട് പോർഷൻ കൊടുക്കാതെ ഇങ്ങനത്തെ ഒരു ഡിസൈനിൽ കൊടുക്കാം എന്നാണ് എൻ്റെ ഒരു പ്ലാൻ. നല്ലതായിരിക്കും എന്ന് ഞാൻ നിഗമനിക്കുന്നു. നെക്സ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ ഇത് ഈ റൗണ്ട് കുറച്ചുണ്ടാക്കാം. അപ്പോൾ ശരിയാവുന്നേ, ആദ്യമായിട്ടൊക്കെ ഇല്ലേ. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ. ഇങ്ങനെ ചുമ്മാ ബ്ലാ പറയണ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. നിങ്ങൾ എൻ്റെ ചാനൽ
അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ഓക്കെ, സോ ഗൈസ്, അങ്ങനെ ഞാൻ അടുത്തൊരു സാധനം ഉണ്ടാക്കി. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. ഇതാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയത്. ഇച്ചിരി ബെറ്റർ ആയില്ലേ? ഒരു സ്ക്വയർ ഷേപ്പൊക്കെ തോന്നുന്നുണ്ട്. ഭയങ്കര കുഞ്ഞിതല്ലേ, അപ്പോൾ ഇതുപോലത്തെ എത്ര എണ്ണം ഞാൻ ഉണ്ടാക്കിയാലോ. ഈ കുഞ്ഞു നൂല് മാറ്റി വേറെ നൂലെടുത്താൽ മേ ബി ശരിയാകുമായിരിക്കും. പക്ഷെ ഇപ്പം എൻ്റെ കയ്യിൽ വേറെ നൂലില്ല. നമുക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോവാം. മടുത്തു സമയത്ത് വിശക്കാൻ തുടങ്ങിയല്ലോ. 11 മണിയാകുമ്പോൾ ക്ലാസ്സിൽ നിന്ന് ഫുഡ് കഴിക്കണോണ്ടേ. 11 മണി കണ്ടോ, ഞാൻ പറഞ്ഞേ വിശക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യണതാണോ നല്ലത് അതോ ഇങ്ങനെ ചെയ്യണതാണോ നല്ലത് എന്ന് നിങ്ങൾ പറയൂ. കമൻറ്റ് ചെയ്യൂ. ഓക്കെ, നീ വട്ട് പിടിക്കണോ? സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാം. നമുക്ക് പ്രത്യേകിച്ചൊന്നും സ്മൂത്തി തര കൂടി ചേർത്തില്ല. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ ഇന്നത്തെ ദിവസം ഇല്ല. സോ ഇച്ചിരി കഴിയുമ്പോൾ പഠിക്കാതിരിക്കണം. കാരണം 2 എക്സാം എന്ന് പറഞ്ഞാൽ 3 സാറുമാരുടെ 2 എക്സാമാണ് വരണേ. ഒരു ഐഡിയ ഇല്ല എന്നാ ചെയ്യുമെന്ന്. ഒരെണ്ണം പാൻക്രിയാസിനെ പറ്റിയാ, ഒന്ന് റെസിലൻസോ അങ്ങനെ എന്തോ ടോപ്പിക്കാ. ഒരപ്പാപ്പന് ഒരു കെട്ട് പേപ്പർ വന്നിട്ട് എല്ലാ പേജിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ പേജും ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ അത് മൊത്തം അങ്ങ് പഠിക്കാൻ പറഞ്ഞാൽ പോരെ. അതാദ്യം. പക്ഷെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ നേഴ്സിംഗ് പഠിക്കണമെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഈ അപ്പാപ്പൻ്റെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏതാണ്ട് ഈ ചരിത്രം അല്ലെങ്കിൽ നമ്മുടെ ഹിസ്റ്റോറിക്കൽ ടൈപ്പ് ഓഫ് ഒരു ഇതൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തൊക്കെയോ ഇവിടെ പഠിക്കുന്നുണ്ട്. കുറേയൊക്കെ നമ്മൾ ബയോളജി അല്ലെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ നേഴ്സായി കഴിയുമ്പോൾ ചെയ്യേണ്ട അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. പക്ഷെ എന്നാലും എന്തിനാണ് ഇവർ പണ്ട് അങ്ങനെയായിരുന്നു ഇപ്പം ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കണേ? എനിക്കിഷ്ടമല്ല. പണ്ട് സോഷ്യൽ ഇഷ്ടമല്ല. എന്തായാലും ഞാൻ പോയിട്ട് അടുത്ത പരിപാടി എന്താണെന്ന് ആലോചിക്കട്ടെ. സോ ഗൈസ്, അപ്പോൾ ഞാൻ ചോറ് എടുക്കാൻ വന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ ഒരു തവണ ചെയ്ത് പാളിപ്പോയൊരു സാധനമാണ് മൈക്രോഗ്രീൻ. ഇങ്ങനെ നമ്മൾ വീട്ടിൽ തന്നെ ഈ കടുകിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനെ എന്തിൻ്റെയിലൊക്കെ വിത്ത് മറ്റേ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ചെയ്യില്ലേ. അപ്പം ഇച്ചിരി ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒരു തവണ ട്രൈ ചെയ്തു. പക്ഷേ പാളിപ്പോയി, കാരണം വെള്ളം ഒഴിക്കാൻ മറന്നുപോയി. അങ്ങനെയൊക്കെ ഞാൻ ഇന്ന് 2 കൽപ്പിച്ച് ഒന്നും കൂടെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അതങ്ങ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ചോറും കഴിച്ച് വേണമെങ്കിൽ കിടന്ന് ഉറങ്ങി അത് എണീറ്റ് കുറച്ച് നേരം പഠിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊന്നും നടക്കുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. അപ്പോൾ ഈ പാത്രത്തിലാണ് ഈ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്യണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിലാണ് ചെയ്ത് നോക്കി, കാരണം ഇതെനിക്ക് ചുമ്മാ ഇവിടെ ഇരിക്കണ ഒരു പാത്രമായതുകൊണ്ട്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഇതിൽ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനാദ്യം വേണ്ടത് ടിഷ്യൂ പേപ്പർ. ഇത്രയും വലുത് വേണ്ടല്ലോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ഓക്കെ. എന്നിട്ട് ടിഷ്യൂ പേപ്പർ ആദ്യം നനയ്ക്കണം എന്നാണ് പറഞ്ഞത്. ടിഷ്യൂ പേപ്പർ നനച്ചിട്ട് അതിന് മണ്ടയിൽ വിത്തിട്ട് ആദ്യത്തെ 2-3 ദിവസം അത് ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും സ്ഥലത്ത് വെക്കണം. നമുക്ക് അലമാരിക്കകത്ത് വെക്കാം. സോ ഫസ്റ്റ് ഇനിയിപ്പോൾ ഇതിനകത്ത് ഏത് വിത്തിടും, എന്ത് ഇടും മൈക്രോവേവ്? നമുക്ക് കടുക് ഇടാം. കടുക് വെച്ചും ചെയ്യാറുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ചെറുപയറാണ് നോക്കിയത്, പക്ഷെ പാളിപ്പോയി. ഇപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. പക്ഷേ കടുകിനൊക്കെ എന്താ വില, ഇത് വർക്കൗട്ടായില്ലെങ്കിൽ. കുറച്ച് മുളക്, ചുമന്ന മുളകിനകത്തുനിന്ന് മുളകിൻ്റെ തരി എടുത്ത് അതും കൂടി ഇട്ടാലോ? ഇല്ല, വേണ്ട. ആദ്യം ഇത് വർക്കാവും നോക്കാം. ഇച്ചിരി കൂടി വെള്ളം തൂളി കൊടുക്കാം.
ഇനി നമുക്ക് ഡാർക്കായിട്ട് ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇത് ഡാർക്കായിട്ടുള്ള ഒരു സ്ഥലത്ത് വെക്കാണ്ട് ഇതിനകത്ത് മുള വരുന്നുണ്ടോന്നൊക്കെ നോക്കുക. എന്നിട്ട് ഒരു ദിവസം 2-3 തവണയൊക്കെ വെള്ളം തളിച്ച് കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത്. ഇനി ഇതിപ്പം കാണാൻ ഇതാ ഇങ്ങനെയാണുള്ളത്. ഇതിനി എവിടെ വെക്കും? ഡാർക്കായിട്ടൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വെച്ചാലും ഇതിനകത്ത് കയറ്റി വെക്കാം. ഇത് ഡാർക്കാണല്ലോ, ഓർത്താൽ മതിയായിരുന്നു ഇതിനകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന്. ഇനി അതെന്താവും നോക്കാം. ഞാൻ ഇപ്പം എന്ത് പരിപാടി അവതരിപ്പിച്ചാൽ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും നടണ കാര്യമായി അമ്മ പണ്ട് തൊട്ട് പറയണം. എനിക്ക് എൻ്റെ കൈ കൊണ്ട് എന്ത് നട്ടാലും പിടിക്കില്ല. ഇത് നട്ട് ഇത് കിളുത്ത് വന്നിട്ട് വേണം അമ്മയുടെ മുമ്പിൽ ഷോ ഇറക്കാൻ. പിന്നെ നമ്മൾ ചോറും ചിക്കൻ കറിയും എടുത്താൽ കഴിക്കണേ. കുറച്ച് തൈരും കടലക്കറി ഞാൻ വിചാരിച്ചു വൈകിട്ടത്തേന് മാത്രമായിട്ട് എടുക്കാം, അല്ലെങ്കിൽ മീൽ പ്രിപ്പ് ചെയ്ത് വെച്ചത് വെറുതെ ആവും. ഇതിൻ്റെ കുറച്ച് തൈര്. അയ്യോ യോഗാട്ട. നമുക്ക് പോയിട്ട് തിന്നാം. ആക്ച്വലി എനിക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ട് വർത്താനം പറഞ്ഞ് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടും ആ ജർമ്മൻകാരൻ പുറത്തോട്ട് വരാത്തതുകൊണ്ടും നമുക്ക് തൽക്കാലം ഒറ്റയ്ക്ക് സംസാരിക്കാം. അല്ലെങ്കിൽ ഏതൊരു സിനിമ എന്ത് രസമാണെന്ന് പറയുക. നമ്മുടെ പണ്ടത്തെ സിനിമ ഇപ്പം ദിലീപേട്ടൻ്റെ ഒക്കെ പണ്ടത്തെ സിനിമ ഉണ്ടല്ലോ, മൈ ബോസ് അല്ലെങ്കിൽ എന്താ ആവശ്യമുള്ളപ്പൊന്നും ഓർമ്മ വരില്ല, മായാമോഹിനി, ഇതൊക്കെ ഉണ്ടല്ലോ. ഇതൊക്കെ കണ്ട് തിന്നുമ്പോൾ ഒരുമാതിരി വീട്ടിലാണെന്നുള്ളൊരു സുഖ. പിന്നെ ഇനി ഏതാ വരണേ നോക്കട്ടെ. ഞാൻ ചൂസ് ചെയ്ത് കാണണമെന്നല്ല, പക്ഷെ യൂട്യൂബ് എടുക്കുമ്പോൾ ഇപ്പം മിക്കവാറും സിനിമകളാണ് വരണേ, പഴയ സിനിമകൾ. അല്ലേ ഹനാൻ ഷാൻ്റെ വ്ളോഗ്. വന്നേക്കണത് ഓർഡിനറി ഇല്ലേ കുഞ്ചാക്ക ബോബൻ്റെ, നമുക്കിന്ന് അത് കാണാം. പക്ഷെ ഞാൻ അത് കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഒരു സിനിമ വരെ അമർ അക്ബർ അന്തോണി കാണാം. ഓ മൈ ഗോഡ്, ഭയങ്കര ഇഷ്ടം എനിക്ക്. അപ്പോൾ ഞാൻ അതിനെന്തായാലും കോപ്പിറൈറ്റ് തരും. അപ്പം നിങ്ങളും ഫുഡ് കഴിക്കുക. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ട് കാണാം. അപ്പം ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇത്ര നേരം ഇതുണ്ടാക്കുമായിരുന്നു. എനിക്ക് തോന്നണേ സെയിം നൂല് വെച്ചുണ്ടാക്കിയപ്പോൾ അത് കുറച്ചുകൂടെ പെർഫെക്റ്റായിട്ട് വന്നു എന്ന് ഐ ഗെസ്. ഞാൻ പോയി കുറച്ചേരം കിടന്ന് ഉറങ്ങട്ടോ. എണീറ്റിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം.